Hello guys, welcome to Married Family Diaries. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം ഇൻട്രോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, അന്നക്കുട്ടിയും ചേച്ചിയൊക്കെ എന്തെന്ന് വിചാരിക്കുന്നുണ്ടാവാം. അപ്പം അവരെല്ലാം ഉണ്ട് ഇവിടെ, പക്ഷേ ഇപ്പോൾ ഇൻട്രോ ഞാൻ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോസൊക്കെ ഓൾറെഡി ഞങ്ങൾ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇൻട്രോ വീഡിയോ എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രമായിട്ട് ഇൻട്രോ വീഡിയോ ഇങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് 3 സെലിബ്രേഷൻസ്, 3 ചടങ്ങാണ് കേട്ടോ. 3 ചടങ്ങാണ്. അതായത് 3 ചടങ്ങെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ 9 മന്ത് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഒരു 9 മന്ത് പ്രഗ്നൻസി സെറമണി ഉണ്ടായിരുന്നു. ഒരു വയറ് കാണൽ ചടങ്ങ് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ അമ്മയും ഹസ്ബൻഡിൻ്റെ ബ്രദറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വലിയൊരു ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. എനിക്കധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ രണ്ടിടത്തിൻ്റെ കൂടെ ഒരുമിച്ച് അതും കൂടെ അങ്ങ് ആഡ് ചെയ്യുന്നത്. അതുപോലെ അത് സെപ്പറേറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള വീഡിയോ ഇല്ല, അതിന് മാത്രമുള്ള വീഡിയോ അതിനകത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അത് വേറെ എടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഏപ്രിൽ 17-നാണ്. അപ്പോൾ അതിൻ്റെ വെഡിങ് ആനിവേഴ്സറിയുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ചെറിയല്ല, അത്യാവശ്യം ഒരു വീഡിയോ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ. എൻ്റെ കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് 18-ാം തീയതി, ഏപ്രിൽ 18-ാം തീയതി ആയിരുന്നു ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗിഫ്റ്റ് അൺബോക്സിങ് പരിപാടി, ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഗിഫ്റ്റ് അങ്ങനത്തെ ഉള്ള കുറച്ച് ചെറിയ കുഞ്ഞു വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ അങ്ങ് മിക്സാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നിങ്ങൾക്ക് ആർക്കും ബോറടിക്കത്തില്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പം ഇന്ന് എൻ്റെ 9-ാം മാസത്തിൻ്റെ ചടങ്ങ് നടക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ റെഡി ആയിട്ടൊക്കെ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും എൻ്റെ ഹസ്ബൻഡും ചേട്ടനും ഒക്കെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് വീഡിയോ എല്ലാം എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. വലിയ ചടങ്ങൊന്നുമില്ല, ചെറിയൊരു ചടങ്ങാണ്. എന്തായാലും നമുക്ക് നോക്കാം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. എടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാം. അവരിപ്പോൾ എത്തും കേട്ടോ, നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡും ചേട്ടനും ഹസ്ബൻഡിൻ്റെ അമ്മയും ഒക്കെ എത്തി കേട്ടോ. അപ്പം ഈ 9 മന്തിൻ്റെ ചടങ്ങായതുകൊണ്ട് ഇങ്ങനെ പലഹാരമൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പം 9 കൂട്ടം പലഹാരം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ വലിയ ബോക്സിനകത്തൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ കാണിക്കാം. പിന്നെ എല്ലാവരും ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. എല്ലാത്തിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഇവിടെ നിന്ന് റിലേറ്റീവ്സായിട്ട് ഉപ്പാപ്പനും കൊച്ചമ്മയും ജനണിച്ചാച്ചനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇത്രയും പേര് വീട്ടുകാർ എല്ലാവരും കൂടെ ഒക്കെ ആയിരുന്നു. എന്തായാലും ഇതൊക്കെയാണ് അവർ കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് കേട്ടോ. 9 കൂട്ടം പലഹാരങ്ങൾ 21 വെച്ചിട്ട് എന്തോ ആയിരുന്നു. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു. അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, സംസാരിച്ചൊക്കെ ഇരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് അമ്മയും ചേട്ടനും തിരിച്ചു പോയി കേട്ടോ. കൂരിക്കാട്, ചത്തനക്കര കൂരിക്കാട്, അവിടെയാണ് ഞങ്ങളുടെ വീട് കേട്ടോ. അങ്ങോട്ടൊരു തിരിച്ചു പോയി. റോബിച്ചൻ പോയിട്ടില്ല. റോബിച്ചൻ ഇനി എൻ്റെ കൂടെ ഒരു 3-4 ദിവസം കൂടെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് പോകത്തുള്ളൂ. ഓക്കെ, അങ്ങനെ അവരെ നമ്മൾ ടാറ്റ കൊടുത്ത് പറഞ്ഞു വിട്ടു. അയ്യോ എൻ്റെ പൊന്നോ, നോക്കിയിരിക്കും. കണ്ട ഫ്രിഡ്ജ് എന്തുകൊണ്ട് കളിപ്പാട്ടം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഹായ്, എന്താണ് ഗൈസ് അത്? എന്താണ് ഗൈസ്? പറക്കുന്ന ഹെലികോപ്റ്റർ. നമ്മൾ ചാർജ് ചെയ്യണം. ഇതിനകത്ത് ചാർജ് ചെയ്യണം. ഇതിനകത്ത് ചാർജ് ചെയ്യണം. അതിനകത്ത് ബാറ്ററി ഇടണം. പലഹാരം അമ്മേ, ആ പലഹാരം കൂടെ കൊടുത്തു. അടുത്തു എല്ലാം ഇല്ല. ബാക്കിയുള്ള അവർക്കും ഒക്കെ കൊടുക്കാമല്ലോ. എല്ലാവർക്കും കൂടെ കൊടുക്കാം.
ടാറ്റാ. പൃഥ്വേ ബട്ടൺസ് ഉണ്ടല്ലേ? പൃഥ്വിന് ഒരു പുതിയ ഡ്രസ്സ് നമ്മുടെ റോബോ മേടിച്ചു. കണ്ട് പൃഥ്വിന്റെ പുതിയ കോട്ട് സെറ്റ് നോക്കട്ടെ. ഫ്രിഡ്ജ് നോക്ക്. അമ്മച്ചി അപ്പച്ചോണ്ട് കാണിക്കേ. ഓടിച്ചല്ലേ റോബോ മേടിച്ചെന്ന് പറഞ്ഞേ. മൊത്തം കാറ. റോബോന്റെ ഗിഫ്റ്റ് എനിക്ക് വയ്യ. Happy second anniversary. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ആനിവേഴ്സറിയുടെ വലിയ ഇൻട്രോ പോലെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ 12 മണിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വിഷ് ചെയ്തതും പിന്നെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ക്ലിപ്സാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങൾ ഫുഡ് മേടിച്ചു കേട്ടോ. അപ്പോൾ മറ്റേ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് KFC മേടിച്ചായിരുന്നു. അത് വാങ്ങിക്കാൻ പോയതാണ്. റോബുവും ഫ്രിഡ്ജുകൂട്ടനും കൂടെ പോയി മേടിക്കാനായിട്ട്. ചുമ്മാ അവരുടെ ഓരോ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, അതൊക്കെ തന്നെ. പിന്നെ ഫുഡ് കഴിച്ചതൊന്നും ഞങ്ങൾ എടുത്തില്ല, വീഡിയോ എടുത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ KFC എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോവാണ്. നമ്മുടെ സിനിമ എന്താണെന്ന് വെച്ചാൽ വാഴ 2. അപ്പോൾ വാഴ 2 കാണാനായിട്ട് കറുകച്ചാൽ അഞ്ചാനി എന്ന് പറഞ്ഞ തിയേറ്ററിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും അപ്പയും അമ്മയും ചേച്ചിയും കാറിൽ, റോബുവും പിള്ളേർ 2 പേരും കൂടെ ബൈക്കിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും അങ്ങോട്ടുള്ള യാത്രയിൽ കാണാം. ഓക്കേ, എല്ലാവരും വാഴ 2 സിനിമയൊക്കെ കണ്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നോ? കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ, കമൻറ്റ് ഇടണേ. ഹായ്. ടിക്കറ്റ് വാങ്ങിക്കണോ? അത് ഫോണിലുണ്ടല്ലോ. ടിക്കറ്റ് പിന്നെ വാങ്ങിക്കണോ എക്സ്ട്രാ? കറുകച്ചാലല്ലേ ഇത് കേട്ടോ. അഞ്ചാനിയൊക്കെ എന്തി ഞാൻ വീഡിയോ എടുക്കാം. സിനിമ കാണാൻ പോകുന്നത്. കൊണ്ടേ സിനിമ കാണാൻ പോകുന്നത് വാഴ 2. ആ 7:45 അല്ലേ? കയറാം. 7:40. കൊച്ചു കയ്യിൽ അല്ലെങ്കിൽ ഞാനും വന്നേനെ. കൊച്ചു ഉറങ്ങിപ്പോയി കേസ്. വാഴ കണ്ട് ഇതെന്തായത് എല്ലാം തുറന്നിട്ട്. ചേച്ചി എന്തി? ആ ചേച്ചി
കേക്ക് എല്ലാം മുറിച്ചു. അങ്ങനെ കേക്കായി. കണ്ണടക്കേ, കണ്ണടച്ചോണം, തുറക്കരുത്. കൈ നീട്ട്. ഇത് കണ്ണാടി ഇതെന്താന്നറിയില്ല. അപ്പൊ ഗൈസ് ഞാൻ ഇത് രണ്ടും റോബുവിന്റെ അല്ല ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താണ്. തുറക്ക്. കൂളിംഗ് ഗ്ലാസ് എങ്ങനെയൊക്കെയാണ്? സൈഡ് കാണിച്ച് കണ്ണട കണ്ടോ? കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കുറച്ച് പ്രീമിയം സാധനം കേട്ടോ. ക്വാളിറ്റി. എനിക്ക് ഭയങ്കര വലുതാണെന്നാണ് സ്പടികത്തിന് നല്ലതായിട്ട് പോകുമ്പോഴൊക്കെ ലോക്കൽ നോർമൽ യൂസിനൊന്നും അത്ര പറ്റില്ല. കുറച്ച് പ്രീമിയം സാധനം. ഇത് അത്യാവശ്യം കണ്ടാണ്. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മിക്കവാറും ഒരു പരസ്യം വരുന്നുണ്ട്. സ്വാഷ എന്ന് പറഞ്ഞിട്ടൊരു വള കമ്പനിക്കാരുടെ വള കമ്പനിക്കാരുടെ ഒരു പരസ്യം എപ്പോഴും വരാറുണ്ട്. എന്നെ ആക്ച്വലി ഇത് മേടിച്ചാൽ നല്ലതെന്ന് അറിയാവോ? ഞാനിത് കണ്ടു. ഇത് റോബു ഈ സാധനം ഫോളോ ചെയ്തേക്കുന്നുണ്ടായിരുന്നു, കുറെ ലൈക്ക് അടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മരത്തൊന്നും സാധനം മേടിച്ചത്. 24 ക്യാരറ്റിന്റെ ഞാൻ കരുത്തില്ല. ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. 18 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ്. റോബു എപ്പോഴും ഇങ്ങനെ ഒരു വള ഇടും. കല്യാണത്തിനൊക്കെ കല്യാണത്തിന് ഫംഗ്ഷൻ ഇതൊരു ഓവൽ ഷേപ്പ്, വട്ടമല്ല. ഫസ്റ്റ് ഗിഫ്റ്റ് ഇതാണ്. നമുക്ക് നാളെ കുട്ടാപ്പിടേണ്ട ഷർട്ട്. സത്യം അതുണ്ട്. അത് വേണ്ട. അത് നമുക്ക് എല്ലാ യൂണിഫോം ഉണ്ട്. അതുകൊണ്ട് ഇത് വേറെ ഷർട്ട്. ഞാൻ ദൈവമേ അവള് പോയോ അയ്യോ സർപ്രൈസ് ഒക്കെ പൊളിച്ചേ. ഞാൻ കുട്ടികൾക്ക് വൈറ്റ് ഷർട്ട് കുറവാണല്ലോ, എവിടെയൊക്കെ അഴുക്കൊക്കെ വീണൊക്കെ വല്ലെന്ന് വിചാരിച്ചിട്ട് വൈറ്റ് അപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ. അയ്യോ ഇത് ഞാൻ പറഞ്ഞില്ല. ആദ്യത്തെ 2 കൊടുത്തത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ടാണ്. വളയും കണ്ണാടി. ബാക്കി ഡ്രസ്സ് എല്ലാം കൊടുത്തത് ഞങ്ങളുടെ കുട്ടാപ്പിയുടെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. നിന്ന് April 17 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, April 18 ഈ സാറിന്റെ ബർത്ത്ഡേ. 17-18 എനിക്ക് ഇഷ്ടം തന്നില്ല. അത്ര ഇതൊന്നും അല്ല, എന്നാലും പെട്ടെന്ന് കിട്ടിയ പെട്ടെന്ന് തോന്നിയ ഐഡിയ. നല്ല കളർ, നീല കളർ നൈസാണ്. പിന്നെ നീ പ്രഗ്നന്റ് ആയിരിക്കുന്നത് കൊണ്ടും പിന്നെ നിങ്ങൾക്ക് നോർമൽ ഡ്രസ് ഇടാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് ലോങ് ആണ്. പിന്നെ എനിക്ക് അപ്പോൾ നിനക്ക് കുറച്ച് നാൾ വരെ ഉപയോഗിക്കാം. കൊച്ചിനൊരു 3 വയസ്സുള്ളപ്പോൾ വരെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഈ ഭാഗം കുറച്ച് വയറിൻ്റെ ഭാഗം കുറച്ച് ഇതാണ്. നമുക്ക് അത്യാവശ്യം കുറച്ച് ഉപയോഗിക്കാം. പിന്നെ പെട്ടെന്ന് വന്നതുകൊണ്ട് എനിക്ക് ഒന്നും സംഘടിപ്പിക്കാൻ പറ്റിയില്ല. വരുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യം മേടിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റില്ല ഒരുമിച്ച്. ഞങ്ങൾക്ക് ഒന്നിച്ച് ഫസ്റ്റ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ 2 ഗ്രൂപ്പിലായി പോയി. ഞാനിവിടെയും മനഃപൂർവ്വം ചെയ്തതാണ്, മനഃപൂർവ്വം. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് 19-ാം തീയതിയാണ് വന്നിട്ട് ഈസ്റ്ററിൻ്റെ ദിവസം ഒന്നിച്ച് കേക്കൊക്കെ മുറിച്ചത്. ഇന്ന് കേക്കൊക്കെ മുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ കേക്ക് മുറിച്ചു. ബർത്ത്ഡേ ആനിവേഴ്സറി. ഓക്കെ. അപ്പം ഹാപ്പി 2nd ആനിവേഴ്സറി ടു അസ്. 9 മാസം ഗർഭിണിയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു ഒന്നും കൂടെ. താങ്ക് യു. ഓക്കെ ഗൈസ്, അപ്പോൾ ടാറ്റ. ഹലോ ഗൈസ്, അപ്പം എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആർക്കും ബോറടിച്ചില്ലെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കാരണം കുറേ എല്ലാവരും പറഞ്ഞല്ലോ, ഒരു 3 ചടങ്ങ് ഇങ്ങനെ ഒരുമിച്ച് മിക്സാക്കിയൊക്കെ ഇട്ടേക്കുമായിരുന്നു. മിക്സല്ല, അത്യാവശ്യമായിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാനൊക്കെ തോന്നത്തുള്ളൂ, ഒരു പ്രചോദനമാവത്തുള്ളൂ. ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മറന്നു പോകരുത്. പിന്നെ എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്ക് അടിക്കുക. കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയിരിക്കും. കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ടാറ്റ. ഓക്കെ.